RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് അത്യന്തം ഗുരുതരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സർവകലാശാലകളുടെ മതേതര സ്വഭാവത്തെ അട്ടിമറിക്കാൻ നിരന്തര ശ്രമം നടക്കുന്നു. ചെയ്തത് തെറ്റായിപ്പോയെന്ന് സമൂഹത്തോട് പറയണമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിമർശനം ഉന്നയിക്കുന്നു. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്? ഈ നടപടി തെറ്റായിപ്പോയെന്ന VC-മാർ പറയണം എന്നാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇതിൽ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ VC-മാർ ഈ മോഹൻ ഭാഗവതിന്റെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ ആരും വിമർശിക്കുന്നില്ല. കോൺഗ്രസ് ഈ UDF സർക്കാർ ശങ്കിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് വിമർശനം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി അതിനെ എതിർത്ത് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നിലവിൽ സർവകലാശാലകളുടെ മതേതര സ്വഭാവത്തെ തകർക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ VC-മാർ അങ്ങനെ അവിടേക്ക് ഈ പരിപാടിയിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഭാഗത്ത് VC-മാരുടെ ഭാഗത്ത് നിന്ന് ഈ സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ചെയ്ത് തെറ്റായിപ്പോയെന്ന് സമൂഹത്തോട് പറയണമെന്നും അദ്ദേഹം മാപ്പായി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി സമാനമായ ആവശ്യമാണ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വർഗീയത പറയുന്ന ഒരാളെയും അംഗീകരിക്കില്ല, ആ രീതിയിൽ തന്നെ ചേർത്ത് മുന്നോട്ട് പോകും, അതുകൊണ്ട് തന്നെ തെറ്റ് ഏറ്റു പറയണം, മാപ്പ് പറയണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നത്. ഇനി പ്രതികരണം വരേണ്ടത് ഈ VC-മാർ എന്നാണ്. നിലവിൽ VC-മാർ ആരും തന്നെയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ വിമർശനം ഉന്നയിച്ചത് സർക്കാരിനെതിരെയും UDF-നെതിരെയുമാണ് ആ വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പേരെടുത്ത് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ വിമർശനം ഉന്നയിച്ചത്. മുസ്ലിം ലീഗ് പോലും ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നില്ല. ഈ സർക്കാർ സംഘപരിവാറിന് കീഴ്പ്പെട്ടു, അവർക്ക് കീഴ്പ്പെട്ടു പോകുന്ന സർക്കാരാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ആ പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രതികരണം വന്നിട്ടുള്ളത്. ശരി ബിനിൽ.